ഗൈസ് വെൽക്കം ബാക്ക് ടു മണീസ് ഓൺ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ക്രിപ്റ്റോ മൈനിങ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈനിങ്ങിൻ്റെ അപ്ഡേറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള ക്രിപ്റ്റോ മൈനിങ് ബോട്ടിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലെ പിൻ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ എല്ലാം ലിങ്ക് കിട്ടും. അതിലെല്ലാം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി സമയം കളയാതെ അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ബ്ലമ്മിനെ കുറിച്ചാണ്. ബ്ലമ്മിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ബ്ലമ്മ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്ചേഞ്ച് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടെലിഗ്രാമിൽ കൂടി തന്നെ ക്രിപ്റ്റോസ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമ്മുടെ ബ്ലം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ബ്ലമ്മിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടിപൊളി പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേർക്ക് ഡൗട്ടുള്ളത് ഈ ഒരു ഡ്രോപ്പ് ഗെയിമിൻ്റെ ടിക്കറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ കളിച്ച് തീർക്കണോ, ഇനി ഫ്യൂച്ചറിൽ ഇത് യൂസ് ആവുമോ എന്നുള്ള കാര്യത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു 50-50, അതായത് നമുക്ക് ഡെയിലി ഒരു 7 ടിക്കറ്റ്സാണ് കിട്ടുന്നത്. അതിലൊരു 3 എണ്ണം കളിച്ച് തീർക്കും. അല്ലെങ്കിൽ ഒരു 50-50 നിങ്ങൾക്ക് എപ്പോഴാണോ കളിക്കാൻ തോന്നുന്നത് അവർ കളിച്ച് തീർക്കുക. അപ്പോൾ ഞാനതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഏൺ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്വസ്റ്റ് അതുപോലെ ടാസ്ക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡെയിലി കയറിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന വീഡിയോ കോഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി ബേസിസിൽ. അപ്പോൾ അതിൽ കിട്ടാനായിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇനി ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് ചില സമയത്ത് ഈ ഒരു പോയിൻറ്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ചില സമയത്ത് അത് 0 ആയിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ പാനിക് ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരു ഗ്ലിച്ചാണ്. അപ്പോൾ അത് ഉടനെ റെഡി ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ റീസെൻ്റ്ലി നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ്, അതായത് നമ്മുടെ ഡ്രോപ്പ് ഗെയിമിൽ വരുന്ന പോയിൻറ്റ്സിൻ്റെ കാര്യത്തിലും സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തത്തിൽ 0 ആയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തിരിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് മീം ഫയൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. നമുക്കറിയാം ഈ ഒരു മാസം 9-ാം തീയതിയാണ് നമ്മുടെ മീം ഫയൽ ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഏകദേശം ഒരു 6 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ ബോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റാർസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. അതുപോലെ തന്നെ ഇതിൽ ഡെയിലി ചെക്ക് ഇൻ ഓൺ ടോൺ വന്നിട്ടുണ്ട്. നമുക്ക് ടോൺ യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി ചെക്ക് ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. മസ്റ്റായിട്ട് ഇതിൽ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നില്ല. പക്ഷേ എന്തായാലും ചെയ്യുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഏകദേശം ഒരു 0.2 ടോൺ ഓളം വരുന്നുണ്ട് ഒരു ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 25 മില്യൺ കോയിൻസും അതുപോലെ 500 നമുക്ക് സ്പിൻ ചെയ്യാനുള്ളൊരു ഇതുമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ എക്സ്ട്രാ നിങ്ങൾക്ക് വന്നിട്ടുള്ളതായി കാണാൻ സാധിക്കും. അതിലൊന്നെന്ന് പറയുന്നത് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് സെയിം സ്റ്റാർസ് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ബൈ 4 ടോൺ എന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോറിറ്റിയാണ്. അതായത് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഡ്രോപ്പിലെ കാര്യത്തിൽ നമുക്കൊരു പ്രയോറിറ്റി എന്തായാലും അവർ തരും. അതുപോലെ തന്നെ 1 ടൈം ബോണസായിട്ടൊരു 100 മില്യൺ കോയിൻസും അതുപോലെ 1000 സ്പിന്നും കിട്ടും. ഓക്കെ, അതുപോലെ നമുക്കൊരു പ്രീമിയം മെമ്പർഷിപ്പിൻ്റെ ഒരു ബാഡ്ജ്, ഒരു സ്റ്റാർ ബാഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ഈ ഒരു ഇതിലൂടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ലംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഓൺലി ഫോർ പ്രീമിയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. ഇത് ഇനി ഒരു 13 ഡേയ്സ് മാത്രമേ ഒരു ബാലൻസ് ഉള്ളൂ. അപ്പോൾ അതിനുള്ള നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് മാക്സിമം ഫ്രീ ആയിട്ട് തന്നെ കളിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതായിരുന്നു. ഒരു ഇതേറിയം പ്രൈസ് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പിൻ ചെയ്ത് ഈ ഒരു ടിക്കറ്റ്സ് ക്ലെയിം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ റിയൽ എത്തേറിയം ആണ് നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടിക്കറ്റ്സ് കളക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഒരു ടൈമിങ്, ഇപ്പോൾ ഒരു ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇനി 20 hours 90 minutes ഇങ്ങനൊരു ടൈം റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ആ ഒരു വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണാനായിട്ട് പറ്റും ഇങ്ങനെ പ്ലേസ് 1 ഏതൊക്കെ എത്ര എത്തേറിയമാണ് കൊടുക്കുന്നത്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ മാക്സിമം നിങ്ങളെ ബൂസ്റ്റേഴ്സ് അതുപോലെ ലെവലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ലെവൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എയർ ഡ്രോപ്പിൽ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീം ഫയൽ വന്നിട്ടുള്ളത്. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് W കോയിനിൽ വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ W കോയിനിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടിട്ട് അതിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു WAI എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു WAI ബാലൻസ് അതുപോലെ നമുക്കിത് ജസ്റ്റ് മൈൻ ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് സ്പീഡ് അതുപോലെ WAI പെർ ഹവർ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ താഴെ നമുക്ക് ഓരോ 8 മണിക്കൂർ കഴിയുമ്പോഴും ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W കോയിൻ്റെ സ്നാപ്ഷോട്ട് വരുന്നത് ഈ ഒരു മാസം ഒക്ടോബർ 27 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നത് വെരിഫൈ അക്കൗണ്ട്, അതായത് വെരിഫൈഡ് ആയിരിക്കണം. അതുപോലെ ടോൺ വാലറ്റ് കണക്ട് ചെയ്തിരിക്കണം. അടുത്ത് വരുന്നത് കംപ്ലീറ്റ് ഡെയിലി ടാസ്ക് ആണ്. അതായത് ഡെയിലി ടാസ്ക് ഒരു 10 ദിവസത്തിൽ കൂടുതലെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ അടുത്തത് ക്ലെയിം 10 സ്റ്റേക്സ്. നമുക്കറിയാം ഇതിൽ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേക്ക് നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും ചെയ്തിട്ട് ക്ലെയിം ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആക്റ്റീവ് മേറ്റ്സ്, നിങ്ങൾ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആക്റ്റീവ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം നിങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് പേർക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു സംഭവം വെരിഫൈ അക്കൗണ്ട്. അപ്പോൾ അത് നമ്മുടെ ടെലിഗ്രാം വെരിഫൈഡ് ആയിരിക്കണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് W കോയിനിൽ തന്നെ വരാം. ഇതിൽ നിങ്ങൾക്ക് വാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് കോർണറിൽ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്ത ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അക്കൗണ്ട് വെരിഫൈഡ്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുടെ ടെലിഗ്രാം വെരിഫൈ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഡൗട്ടുള്ളത് നമ്മുടെ സ്റ്റേക്കിങ്ങിലിട്ട പോയിൻറ്റ്സ് അതുപോലെ കോയിൻസ് നമുക്ക് ലോസ് ആവുമോ ഇൻ കേസ് ഇത് പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ആവുകയൊക്കെ ആണെങ്കിൽ എന്നുള്ളത്, അതും അവർ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണിത്. താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്റ്റേക്ക് വിത്തൗട്ട് ലിമിറ്റ്സ് ആൾ കോയിൻസ് കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സീഡ് മൈനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരുപാട് മില്യൺ കണക്കിലൊന്നും ടോക്കൺസോ കോയിൻസോ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനോ പറ്റുന്നില്ല. എന്തായാലും ഇതൊരു വാല്യൂ ഉള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഡെയിലി എല്ലാവരും ഡെയിലി ചെക്ക് ഇൻ ബോണസും അതുപോലെ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിലൊരു ടോൺ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എയർ ഡ്രോപ്പ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നവംബറിലാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വന്നിട്ടുള്ളത്. കറക്റ്റ് ഡേറ്റോ കാര്യങ്ങളോ ഇന്നുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, പോയിൻറ്റ്സ് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് തന്നെ പറയാം. നമുക്ക് ലിസ്റ്റിങ്ങിൽ വരുന്ന ക്രൈറ്റീരിയ മെയിനായിട്ട് നിങ്ങളുടെ സീഡ് ഇൻകം, എത്ര സീഡ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ട്സ്, അതുപോലെ അച്ചീവ്മെൻറ്റ്സ്,
ഇങ്ങനെയുള്ള അതുപോലെ നിങ്ങൾക്ക് സീഡ് സബ്സ്ക്രിപ്ഷൻ അത് നിങ്ങൾ ടെലിഗ്രാം അതുപോലെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നിങ്ങൾ ടെലിഗ്രാം യൂസർ നെയിമിൽ ആഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരൊരു ക്രൈറ്റീരിയ പോലെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വിഡ്രോവൽ ഓപ്ഷൻ ടു ബി അനൗൺസ്ഡ് ആണ്, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓൺ ചെയിൻ എയർ ഡ്രോപ്പ് എന്നൊരു സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് സീഡിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ എയർ ഡ്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിലായിരിക്കും നമ്മൾ ആദ്യമേ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു എയർ ഡ്രോപ്സിലെല്ലാം പങ്കെടുക്കാനുള്ള ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.